Very good morning, students. Welcome to Marathon Revision History Part 1. So, നമ്മൾ ഇന്നത്തെ സീരീസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോകുന്നു. Questions are mostly from medieval India and art and culture. So, starting with the first question. Consider the following statements regarding Shravan Belgol. The 58 feet tall monolithic statue of Gomadeshwara Bahubali is located on Vindhyagiri Hills. Is a monolithic statue. Recently, the Mahamastagabhisheka, a 12-year ritual was held in 2018. ഇപ്പോൾ ശ്രാവണ ബൽഗോളയിലെ ബാഹുബലി സ്റ്റാച്ചുവിനെ കുറിച്ചിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ മോണോലിത്തിക് സ്റ്റാച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് വി ഡു നോ അബൌട്ട് ദിസ് റിച്വൽ മഹാമസ്തകാഭിഷേക. ഈ മഹാമസ്തകാഭിഷേക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വലിയ ബാഹുബലി സ്റ്റാച്ചുവിന്റെ മുകളിലൂടെ തലഭാഗത്തിലൂടെ നമ്മൾ ഈ പൂജാദ്രവ്യങ്ങളും മറ്റ് സംഗതികളെല്ലാം പാലും തേനും മറ്റു കാര്യങ്ങളെല്ലാം അർപ്പിക്കുന്നതിനെയാണ് നമ്മൾ മഹാമസ്തകാഭിഷേക എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 12 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഒരു ചടങ്ങാണ്. 12 ഇയർ. ഓക്കെ, 12 years. ആൻഡ് ദിസ് വാസ് ലാസ്റ്റ് കണ്ടക്റ്റഡ് ഇൻ 2018. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അടുത്ത കൊല്ലം ഇനി വരാൻ പോകുന്നത് 2030 ആയിരിക്കും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻഡ് സ്പീക്കിംഗ് അഡീഷണലി എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം. സോ ദിസ് ഇസ് എ മോണോലിത്തിക് സ്റ്റാച്യു. എവിടെയാണ് വരുന്നത്? ഗോമടേശ്വര ബാഹുബലി സ്റ്റാച്യു. ദിസ് ഇസ് ഇൻ കർണാടക, അല്ലെ? കർണാടകയിലാണ് വരുന്നത്. ആൻഡ് വി നോ ഹിസ്റ്റോറിക്കലി ജൈനിസത്തിന്റെ സൗത്ത് ഇന്ത്യയിലേക്കുള്ള ഒരു സ്പ്രെഡിന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് വി നോ മൗര്യൻ പീരീഡിൽ ചന്ദ്രഗുപ്ത മൗര്യ പ്ലസ് അദ്ദേഹത്തിന്റെ ആചാര്യനായിട്ടുള്ള ഭദ്രബാഹു രണ്ടുപേരും കർണാടകത്തിലേക്ക് വരുന്നു. ഈ ഭദ്രബാഹുവിന്റെ ഒക്കെ ഒരു സമാധി സ്ഥലം കൂടിയാണ് ഇതെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി ഏത് ഡിനാസ്റ്റിയാണ് ഈ ബാഹുബലി സ്റ്റാച്യുവിന് അതിന് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കമ്മീഷൻ ചെയ്യുന്നത്? അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഹിസ്റ്റോറിക്കലി ജൈനിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? പോസ്റ്റ് മൗര്യൻ പീരീഡ് തൊട്ട് നമ്മൾ അല്ലെങ്കിൽ മൗര്യകാല അല്ലെങ്കിൽ നമ്മൾ മഹാജനപദ പീരീഡ് തൊട്ട് നമ്മൾ അജാതശത്രുവിന്റെ ടൈം തൊട്ടിട്ട് തന്നെ എന്താണ് നമ്മൾ ഈ ഒരു ഈ ശ്രമണ ട്രഡീഷൻസിന് ഉള്ള നൽകുന്ന ഒരു സംരക്ഷണത്തെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഹിസ്റ്റോറിക്കലി ബുദ്ധിസത്തെയും ജൈനിസത്തെയും ഒക്കെ സംരക്ഷിച്ചിരുന്ന രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു? ഖരവേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗംഗാ ഡൈനാസ്റ്റി വരുന്നുണ്ട്. ആൻഡ് രാഷ്ട്രകൂടന്മാര് ജൈനിസത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റില് സൊളങ്കി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലും ചാലുക്യൻസിന്റെ സമയത്തൊക്കെ ഒരു പാറ്റേണൈസേഷൻ നടന്നിരുന്നു. അപ്പോൾ ഓരോ രാജാക്കന്മാരുടെയും പേരുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മൈൻഡ് യു, ദിസ് ഇസ് എ മോണോലിത്തിക് സ്റ്റാച്യു. ഇതൊരു മോണോലിത്തിക് ആയിട്ടുള്ള മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ സ്റ്റോൺ. മൂവിങ് ഓൺ, let me show this paper cutting. This was appeared on February 22nd. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ 2024 ഈ കൊല്ലം വന്നതാണ്. 9-day മഹാമസ്തകാഭിഷേക സെലിബ്രേഷൻസ് ബിഗിൻ അറ്റ് വേനൂർ. വേനൂർ എന്നുള്ള സ്ഥലത്ത് മഹാമസ്തകാഭിഷേക അരങ്ങേറിയിരിക്കുന്നു. ദക്ഷിണ കർണാടക ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബാഹുബലി സ്റ്റാച്യുവിന്റെ ഒരു ഇമേജ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ശ്രാവണ ബൽഗോളയിൽ 2018 എന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നു 9 ദിവസത്തെ പരിപാടിയൊക്കെ തുടങ്ങിയെന്ന് നമ്മൾ പറയുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഒന്ന്, നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു മാസ്റ്റർ ക്ലാസ്സിലൊക്കെ ലീഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും എസ്പെഷ്യലി ഇൻ കർണാടക വി വിൽ ബി സ്പോട്ടിങ് ഡിഫറെന്റ് ഡെപിക്ഷൻസ് ഓഫ് ഗോമടേശ്വര ബാഹുബലി. അപ്പൊ അതിൽ ഏതൊക്കെ സ്ഥലങ്ങൾ വരുന്നുണ്ട്? കർക്കേലയിൽ വരുന്നുണ്ട്, വേനൂർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ശ്രാവൺ ബൽഗോള വരുന്നുണ്ട്, ഈവൻ ബദാമിയിൽ വരെ എന്താണ് ബാഹുബലി സ്റ്റാച്ചു നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ ജൈനിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഇവിടെ നമുക്ക് ബസഡി എന്നറിയപ്പെടുന്ന ജൈൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് ബസഡി, അല്ലെ? ജൈൻ റിലീജിയസ് ഷ്രൈൻസിനാണ് നമ്മൾ ബസഡി എന്ന് വിളിക്കുന്നത്. സോ ദിസ്
റിച്വൽ, നമ്മുടെ മഹാമസ്തകാഭിഷേകം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണ്ണൻ വിജയന്റെ ഒക്കെ പടം വരുമ്പോൾ വലിയ കട്ടൗട്ടിലൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പൊ മലയാളത്തിലൊക്കെ സംഭവിക്കാറുണ്ടല്ലേ, കട്ടൗട്ടിൽ പാലും തേനൊക്കെ കൊടുക്കുന്ന പരിപാടി. അതിന്റെ ഒരു തുടക്കമൊക്കെയാണ് ഇത്തരത്തിലുള്ള റിച്വൽസ്. മൂവിങ് ഓൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഭക്തി സെയിൻസ് വേർ ഫ്രം മഹാരാഷ്ട്ര? ജ്ഞാനദേവ്, നാമദേവ് ആൻഡ് ഏക്നാഥ്. ഇത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവരെല്ലാവരും നമുക്കറിയാം ദർ ഓൾ ഫ്രം മറാത്ത ഭക്തി മൂവ്മെന്റ്. അപ്പൊ ഇതിന്റെ ഒരു 1-2 അഡീഷണൽ പോയിന്റ്, ആൻസർ വിൽ ബി സി. അപ്പൊ അതിൽ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഒന്ന്, ജ്ഞാനേശ്വരി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ജാൻദേവ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഹി ഇസ് ദ പൈനിയർ അല്ലെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ മറാത്ത ഭക്തി മൂവ്മെന്റിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള ഒരു ഭക്തി സെയിന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഗീതാവ്യാഖ്യാനത്തെ നമ്മൾ ജ്ഞാനേശ്വരി എന്ന് വിളിക്കുന്നു. ജ്ഞാനേശ്വരി എന്ന് വിളിക്കുന്ന ഗീതാവ്യാഖ്യാനം ഭയങ്കര ഫേമസ് ആണ്. ഇദ്ദേഹം എന്താ പറയാ, മറാത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഭക്തി സെയിന്റ് ആണ്. ഇനി നാംദേവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നാംദേവിന്റെ വചനങ്ങള് ഗുരു ഗ്രന്ഥ് സാഹിബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആദി ഗ്രന്ഥിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ യു ഷുഡ് തിങ്ക് അബൌട്ട് ഓൾ ദോസ് ഭക്തി സെയിന്റ്സ് ഹൂസ് വേഴ്സസ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ സിഖ് ഹോളി സ്ക്രിപ്ചർ. അപ്പൊ അതിൽ കബീർദാസ് വരുന്നുണ്ട് അല്ലെ, ബാബ ഫരീദ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുടെ എന്ത് ചെയ്യുന്നുണ്ട്, വചനങ്ങളൊക്കെ നമ്മൾ ഈ ഗുരു ഗ്രന്ഥ സാഹിബിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കാം. അടുത്തത് ഏകനാഥിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വർക്കാരി പന്തിലാണ് വരുന്നത്. എന്താണ് വർക്കാരി? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട 2 കാര്യങ്ങളാണ്. എന്താണ്? മറാത്ത ഭക്തി മൂവ്മെന്റിൽ വി ഹാവ് വർക്കാരി അല്ലെങ്കിൽ വിഷ്ണു പാത്, ഓർ ധർക്കാരി അല്ലെങ്കിൽ എന്താണ് രാമപാത്. പ്രൊമിനന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് വൈഷ്ണവ വർക്കാരി സെക്ടാണ്. 2 മറാത്തയിലാണ് കാണുന്നത്. മറാത്ത ഭക്തി മൂവ്മെന്റ് മറ്റൊരു ഫാക്ടർ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഭരൂദ് എന്നറിയപ്പെടുന്ന ഭക്തിഗീതങ്ങൾ ആരാരംഭിച്ചു? ആരായിരുന്നു തുക്കാറാം? ഇനി ശിവജിയുടെ കണ്ടംപററി ആയിട്ട് വരുന്ന 2 ഭക്തി സെയിൻസ് ആരൊക്കെയാണ്? തുക്കാറാം ആൻഡ് സമർത്ഥ രാംദാസ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. സമർത്ഥ രാംദാസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് സി ഇസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ, consider the following statements. Dadu Dayal was a follower of Kabir and he believed that God does not belong to any particular religion or sect. ദാദു ദയാൽ കബീറിന്റെ ഡിസൈപ്പിൾ ആണെന്ന് പറയുന്നു. ആൻഡ് ഇവിടെ എന്താ പറയുന്നത്? ആൻഡ് ദേ ഹാവ് ദിസ് വിഷൻ ഓഫ് ഗോഡ് ഡസ് നോട്ട് ബിലോങ് ടു എനി പെർട്ടിക്കുലർ സെക്ട്. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ പറയാറുള്ള നോൺ സെക്ടേറിയൻ ഭക്തി മൂവ്മെന്റ്, അതായത് ഒരു സെക്റ്റിലും പിന്തുടരാത്ത ഭക്തിയുടെ ഭാഗം. അതിന്റെ വലിയ പ്രൊപ്പണന്റ് ആയിരുന്നു കബീർ. അപ്പൊ ദാദു ദയാൽ അറിയാം, നോർത്ത് വെസ്റ്റൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയ. ദാദു ദയാലും കബീറും ഒക്കെ എന്താണ്, നമ്മൾ നിർഗുൺ എന്നറിയപ്പെടുന്ന നിർഗുൺ ട്രഡീഷന്റെ വ്യക്തിത്വങ്ങളാണ്. അപ്പൊ അതിൽ ആരൊക്കെ വരുന്നുണ്ട്? കബീർദാസ് വരുന്നുണ്ട്, നാനാക്ക് വരുന്നുണ്ട്, ദാദു ദയാൽ വരുന്നുണ്ട്. ഇവർ 2 പേരും കബീർദാസിന്റെ ശിഷ്യന്മാരായിരുന്നു. അങ്ങനെയാണെങ്കിൽ കബീർദാസിന്റെ മാസ്റ്റർ ആരായിരുന്നു? ദിസ് ഇസ് രാമാനന്ദ്. ഇനി കബീർ emphasized the idea of unity of God whom he calls by several names interchangeably. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. അല്ലാ, രാം, റഹീം, ഹരി എന്നുള്ള പേരിലൊക്കെ വിളിക്കുന്നുണ്ട്. അഡീഷണലി നിങ്ങൾക്ക് കബീർദാസിന്റെ വചനങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ നമ്മുടെ കവി സച്ചിദാനന്ദൻ മാതൃഭൂമിയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ദോഹാസമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി വയ്ക്കാവുന്നതാണ്. ചൈതന്യ മഹാപ്രഭു വാസ് ദ ഫൗണ്ടർ ഓഫ് പുഷ്ടിമാർഗ്. ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ചൈതന്യ മഹാപ്രഭു അല്ല, വല്ലഭാചാര്യ ഇസ് ദ ഫൗണ്ടർ ഓഫ് പുഷ്ടിമാർഗ്. അപ്പൊ നോക്കൂ, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എ ഗോൺ, ബി ഗോൺ, സി ഗോൺ, വി ഹാവ് ഓൺലി ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 1 and 2. ഒരു അഡീഷണൽ കാര്യം കൂടിയുണ്ട്. ദാദു ദയാൽ ഇസ് എ കണ്ടംപററി ഓഫ് എംപറർ അക്ബർ. വല്ലഭാചാര്യ അദ്ദേഹത്തിന്റെ പേരാണ് പുഷ്ടിമാർഗം. അദ്ദേഹത്തിന്റെ ഐഡിയ ആണ് ശുദ്ധ അദ്വൈത. ഇനി വല്ലഭാചാര്യ ഏത് കാലഘട്ടത്തിലായിരുന്നു? ഏത് കോർട്ടിലായിരുന്നു? ഏതെങ്കിലും രാജാവിന്റെ സദസ്യനായിരുന്നോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. ആൻഡ് വൺ മോർ തിങ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പഠിച്ചതിൽ പ്രപത്തിമാർഗ് ആരുടേതാണ്?
അതുപോലെ തന്നെ സനക് സമ്പ്രദായം. സനക് സമ്പ്രദായം ഈ സനക് സമ്പ്രദായം ഏത് ആചാര്യൻ്റെതാണ്? ഇങ്ങനെയുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് എല്ലാം ഒന്ന് പഠിച്ചതൊന്ന് റിവ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂവിങ് ഓൺ. Stone was replaced by wood in the railings. Wood in the railings and the gateways of the Buddhist stupa during the period of. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് സുങ്കാസ്. സുങ്കാസിന്റെ പീരീഡിലാണ് വരുന്നത്. അപ്പൊ സുങ്കാസിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ഓർത്തെടുത്തൂടെ? എന്തൊക്കെയാണ്? ഹൂസ് ദ ഫൗണ്ടർ? നമ്മൾ ഏതാണ്ട് ഒരു 184 BC ആവുന്ന സമയത്താണ് ഈ എംപയർ വരുന്നത്. ആരാണ് ഫൗണ്ടർ? വി ഹാവ് പുഷ്യമിത്ര സുങ്ക. അപ്പോൾ പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ ഈ ഒരു സുങ്ക ഡൈനാസ്റ്റി, പോസ്റ്റ് മൗര്യൻ കിങ്ഡമാണ്. മൗര്യൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് വരുന്നു. ആരൊക്കെയാണ് ഇവിടെ വരുന്നത്? വി ഹാവ് പുഷ്യമിത്ര സുങ്ക, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അഗ്നിമിത്ര. അഗ്നിമിത്രനെ കുറിച്ചിട്ടാണ് കാളിദാസന്റെ മാളവികാഗ്നിമിത്ര നാടകം വന്നിട്ടുള്ളത്. മാളവിക അഗ്നിമിത്ര UPC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പുഷ്യമിത്ര സുങ്ക എന്തായിരുന്നു? ഒരു വേദിക് കിങ് ആയിരുന്നു. അശ്വമേധമൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പതഞ്ജലിയുടെ കണ്ടംപററി ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വസുദേവ പില്ലർ. സുങ്ക ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഒരു വിഷ്ണുവിന്, വസുദേവന് എന്ത് ചെയ്യുന്നു? ഒരു പില്ലർ വരുന്നുണ്ട്. നമ്മൾ ബേസാനഗർ പില്ലർ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം പ്രിലിംസിന് വന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ഫാക്ച്വലായിട്ട് പോയില്ലെങ്കിലും ഒരു കിങ്ഡത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് കൂടി നോക്കണം. ഇവിടെ in the given statement it is mentioned that stone was replaced by wood in the stupas by Sunga people. ഇതൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ്. അപ്പൊ ഈ മൗര്യന്മാരെ തട്ടിക്കളഞ്ഞ് വന്നതുകൊണ്ട് പുഷ്യമിത്ര സുങ്കന്റെ സുങ്ക ഡൈനാസ്റ്റി ഒരു നോൺ ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധിസത്തിനോട് ഭയങ്കര വിരോധമുള്ള ഒരു ടീമാണെന്ന് പറയുന്നെങ്കിൽ കൂടിയും, അശോകവദന, ദിവ്യവദനം പോലുള്ള ടെക്സ്റ്റുകൾ പറയുന്നെങ്കിൽ കൂടി എന്താണ് നമ്മൾ കാണുന്നത്? പല സ്തൂപങ്ങൾക്കും ഇവർ പാറ്റേണൈസേഷൻ നൽകിയിരുന്നു. റിപ്പയറേഷൻ വർക്കുകൾ നടന്നിരുന്നു. റിനോവേഷൻസ് ഒക്കെ നടന്നിരുന്നു. ഇപ്പോൾ സാഞ്ചി അതുപോലെ തന്നെ ബറൂദ് സ്തൂപയ്ക്ക് ഇതിന് ഉദാഹരണമാണ്. ആൻസർ ഈസ് എ. ആൻഡ് ദിസ് ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് സുങ്ക പീരീഡ്. സുങ്കാസിന്റെ ഒരു കൾച്ചറൽ ഒരു ഫേസ് കൂടിയാണ്. കാരണം എന്താണ്? സ്തൂപ ലെഗസീനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മൂവിങ് ഓൺ, വി ഹാവ് ക്വസ്റ്റ്യൻ നമ്പർ 5 സംഗമേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. The statement 1, during this period, the southern part of India was mostly reigned by the rulers of Kalabra dynasty and Pallava dynasty. The hero stone worship was very significant during this period. During this period, there were many women poets flourished and contributed to Tamil literature. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കലബ്ര ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ്. കലബ്ര ഇന്റർഗൻ. ആരായിരുന്നു കലബ്ര പീപ്പിൾ? നമ്മൾ ഹിസ്റ്റോറിക്കലി സംഗമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. 300 BC till 300 AD. നമ്മൾ ഇന്നത്തെ എക്സ്കവേഷൻസ് ഒക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഫർദർ പുറകോട്ട് പോകുന്നുണ്ട്. ഇന്ന് വളരെയേറെ പഴക്കം, ഇതിനേക്കാളേറെ പഴക്കം സംഗമേജിനുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഈ സംഗമേജിനെ നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സംഗമേജിനെ അതിന്റെ ഒരു ഡിക്ലൈന് കാരണമായിട്ട് മാറിയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് കലബ്ര പീപ്പിൾ. ഇവർ പുറമേ നിന്ന് വന്നു എന്നാണ് വിചാരിക്കുന്നത്. വാരത്തന്മാരായിരുന്നു, ഭയങ്കര തല്ലിപ്പൊളികളായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ടിൽ പല്ലവ പീപ്പിൾ ഒക്കെ വരുന്നത് വരെ ഏറെക്കുറെ എന്ത് ചെയ്യുന്നു? ഈ കലബ്ര എന്നറിയപ്പെടുന്ന ആൾക്കാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അവർ ആ സംഘം കൾച്ചറിനെ അവർ റീപ്ലേസ് ചെയ്തു. സംഘം പൊളിറ്റിയും സൊസൈറ്റിയും എന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേ ഓഫ് ലൈഫ് ആയിരുന്നു ഇവരുടെ കലബ്ര. അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഈ കലബ്ര ആൾക്കാരെ കുറിച്ച് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിളും അല്ല. ആൻഡ് ഫോർ ഓൾ ദീസ് റീസൺസ് നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ ഇവരെന്ത് പറയുന്നു? നമ്മൾ ഇതൊരു ഡാർക്ക് ഏജ് ആണെന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പീരീഡിനെ കുറിച്ച് അത്രമാത്രം ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ല. എന്ന് മാത്രമല്ല, ഇത് അത്ര നല്ല പീരീഡും അല്ല. കാരണം സംഘ ഏജ് വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയമാണ്. സൗത്ത് ഇന്ത്യയുടെ ഒരു ഗോൾഡൻ പീരീഡ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സമയമാണ്. അപ്പൊ ആ കൾച്ചറിനെ റീപ്ലേസ് ചെയ്തു എന്നുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇതിനൊരു മൊത്തത്തിലൊരു ഡാർക്ക് ഏജ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ പിന്നീട് നമ്മളൊരു തമിഴ് കൾച്ചർ, പ്രോപ്പർ തമിഴ് കൾച്ചർ കാണുന്നത് പല്ലവന്മാർ വരുമ്പോഴാണ്, ഏർലി മിഡീവൽ പീരീഡ്. അപ്പൊ സംഘം പീരീഡിന് ശേഷം, സംഘം പീരീഡിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നുള്ള ആൾക്കാരാണ് കലബ്ര. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ?
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹീറോ സ്റ്റോൺ വേർഷിപ്പ് വളരെ പ്രൊമിനന്റ് ആയിരുന്നു. നിങ്ങൾ സംഘകാലഘട്ടത്തിൽ ഒരു കില്ലാടിയായിട്ടുള്ള ഒരു നായകനോ നായികയൊക്കെ ആണെങ്കിൽ, മിക്കവാറും ഒരു നായകനോ ഒരു ചെറുപ്പക്കാരനൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാട്ടുപോത്തിനെയൊക്കെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ, വലിയ യുദ്ധവീര്യമുള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ എന്താണ്, നിങ്ങളുടെ അടുത്ത തലമുറ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പേരിൽ ഒരു കല്ലൊക്കെ സ്ഥാപിക്കും. ദിസ് ഇസ് ഹീറോ സ്റ്റോൺ വേർഷിപ്പ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദർ വെർ മെനി വിമൻ പോയിറ്റ്സ് ഫ്ലറിഷ്ഡ് ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു തമിഴ് ലിറ്ററേച്ചർ. അല്ലെ, നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ആരൊക്കെയാണ് നമുക്ക് സംഘം തമിഴ് പോയിറ്റ്സ്, വുമൺ പോയിറ്റ്സ്? ഔവയ്യാർ, കാക്കൈപ്പെട്ടിനിയാർ, നച്ചലയാർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോയിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെയൊക്കെ ചില വർക്ക്സിനെ കുറിച്ചുള്ള ഒരു മിനിമം ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കൂ, ഔവയ്യാർ, നച്ചലയാർ ഇവര് യുനോ ഏതൊക്കെ വർക്ക്സിനാണ് തമിഴ് ലിറ്ററേച്ചറിനൊക്കെയാണ് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്? 8 പാട്ടിലുണ്ടോ, 10 പാട്ടിലുണ്ടോ, 15 കണക്കിലുണ്ടോ എന്നൊക്കെ ഉള്ളൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. സോ ദിസ് ഇസ് നമ്മൾ എന്താണ് സംഗമേജനെ കുറിച്ച് പറയുന്ന കാര്യം. സംഗമേജനെ കുറിച്ച് ഒരു ചെറിയൊരു കാര്യം കൂടി ഈസിലി ഓർത്ത് വയ്ക്കുക. സംഗമേജൻ ആരുണ്ടായിരുന്നില്ല? പല്ലവന്മാരുണ്ടായിരുന്നില്ല. പല്ലവന്മാരുണ്ടായിരുന്നില്ല സംഗമേജിൽ. സംഗമേജിൽ ഏതൊക്കെയാണ്? ചോഴ, ചേര ആൻഡ് പാണ്ഡ്യ. ഈ 3 ആൾക്കാരാണ് സംഘം റൂളേഴ്സാണ് സംഘം സൗത്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ റൂൾ ചെയ്തിരുന്നത്. മൂവിങ് ഓൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മുഗൾ ആർക്കിടെക്ചർ വെർ ബിൽറ്റ് ബൈ അക്ബർ? പാരിമഹൽ, ഹിരൺമിനാർ, ബുലന്ദ് ദർവാസ. ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പാരിമഹൽ നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ലിമിറ്റലി പാരിമഹൽ എന്നുള്ളൊരു സംഗതി ഇത് മോസ്റ്റ്ലി ഐ തിങ്ക് ദിസ് ഇസ് ഷാജഹാന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഹിരൺമിനാർ ആൻഡ് ബുലന്ദ് ദർവാസ നമുക്കറിയാം എന്താണ്, ഇത് അക്ബറിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഈ ഹിരൺമിനാർ നമ്മള് ഫത്തേപൂർ സിക്രിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഹിരൺമിനാർ, അല്ലെ? അത് ഒരു എന്താ പറയാ, ഒരു മിനാരമാണ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, എലിഫന്റിന്റെ കൊമ്പ് പോലെയുള്ള സ്പൈക്സ്, പല രീതിയിലുള്ള സ്പൈക്സ് നമ്മളിങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ള ഒരു 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 ആർക്കിടെക്ചറാണത്. എംപറർ അക്ബറിന്റെ ഒരു ആനേനെ അതിനെ റിമെമ്പർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആൻഡ് ബുലന്ദ് ദർവാസ നമുക്കറിയാം ഫത്തേപൂർ സിക്രിയുടെ ഫേമസ് ആയിട്ടുള്ള വളരെ വലിയ ഗേറ്റ് വേ ആണ്. അദ്ദേഹത്തിന്റെ ഗുജറാത്ത് കോൺക്വസ്റ്റിനെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. സോ ആൻസർ വിൽ ബി 2 and 3. അപ്പൊ നമ്മൾ എംപറർ അക്ബറിനെ കുറിച്ച് പറയുമ്പോൾ അക്ബറിന്റെ കൺസ്ട്രക്ഷൻസ്, അല്ലെ, ആഗ്ര ഫോർട്ട്, ഫത്തേപൂർ സിക്രി, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. Which of the following was or were not known to Harappan people? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ് അല്ലേ. നമുക്കറിയാം ഏതൊക്കെ ഇതിൽ ഹാരപ്പൻസ് അറിയുമായിരുന്നില്ല. ദ ന്യൂ ഗോൾഡ്, they were ട്രേഡിങ് വിത്ത് ലപ്പിസ് ലസൂളി. എന്താ ലപ്പിസ് ലസൂളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ദ്രനീലക്കല്ലാണ്. പ്രത്യേകിച്ചും മെസപ്പട്ടോമിയൊക്കെ ആയിട്ടുള്ള ട്രേഡിൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ലപ്പിസ് ലസൂളിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഹാരപ്പൻസ് ആയിരിക്കാം. ഹാരപ്പൻ ഏജ് വാസ് നോട്ട് എൻ അയൺ ഏജ് സിവിലൈസേഷൻ. അയൺ അവർക്ക് അറിയുമായിരുന്നില്ല, ഐവറി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്താ പറയുക, ആൻസർ ഈസ് ബി ഓൺലി. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ എപ്പോഴാണ് അയൺ വരുന്നത്? അയൺ അറൗണ്ട് 1000 BC ആവുന്ന സമയത്താണ് അയൺ ഏജ് ഇന്ത്യയിൽ വരുന്നത്. He was a contemporary of Babur. He maintained cordial relations with the Portuguese governor Alfonso de Albuquerque. He wrote Jambavati Kalyan. And we know this is easy question, കൃഷ്ണദേവരായ. അപ്പൊ കൃഷ്ണദേവരായ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പീരീഡ് എപ്പോഴാണ് വരുന്നത്? ഏതാണ്ട് ഒരു 1509 to 1529 ആ ഒരു പീരീഡിലൊക്കെയാണ്. 1526, 29 പീരീഡിലാണ്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കമാണ്. സോ ഈസ് ആൻ കണ്ടംപററി ഓഫ് ബാബർ. ബാബറിന്റെ കണ്ടംപററി ആണ്. അപ്പൊ നാനാക്കിന്റെ കണ്ടംപററി ആകാം. കൃഷ്ണദേവരായയുടെ കോർട്ടിൽ അഷ്ടദിഗ്ഗജസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാൻസ്ക്രിറ്റ് വർക്ക്സ്, തെലുങ്ക് വർക്ക്സ്, ഇതെല്ലാം നമുക്ക് വ്യത്യസ്തമായിട്ട് അറിയണം. തെലുങ്ക് വർക്ക്സ് ആയിട്ടുള്ള അമുക്തമല്യാദ. എന്താ അമുക്തമല്യാദയുടെ ഒരു കണ്ടന്റ് വരുന്നത്? അമുക്തമല്യാദ
ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടതിനെയാണ് വിഷ്ണുവിനെ മറ്റോ സ്വപ്നം കണ്ടതൊക്കെയാണ് അതിൻ്റെ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് വി ഹാവ് the travelers visited during the time of കൃഷ്ണദേവരായ. ആരൊക്കെയാണ്? ഡൊമിംഗോ പേസ്, and Barboza. The next question, with reference to Sufi movement in India, consider the following statements. Like the Nathpandis, Siddhas and Yogis, the Sufis too believed that the heart can be trained to look at the world in a different way. അപ്പൊ നോക്കൂ, നാഥ്പാന്തീസ്, സിദ്ധാസ്, യോഗീസ് ഇവരുടെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? സൂഫിസം എന്ത് വിചാരിക്കുന്നു? ദ ഹാർട്ട് ക്യാൻ ബി ട്രെയിൻ ടു ലുക്ക് അറ്റ് ദ വേൾഡ് ഇൻ എ ഡിഫറെന്റ് വേ. അല്ലെ, നമ്മൾ മനസ്സിനെയും ഹൃദയത്തെയൊക്കെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേക രീതിയിൽ നോക്കിക്കാണാം. They accepted outward religiosity and emphasized love and compassion towards all human beings. Outward religiosity ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ട് അത് പ്രോബ്ലമാറ്റിക് ആവുന്നു? നോക്കൂ, ഈ സൂഫീസ് ഔട്ട്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള വലിയ ചടങ്ങുകൾക്കോ റിച്വൽസിനോ മറ്റ് മതപരമായിട്ട് കാര്യങ്ങൾക്ക് എല്ലാം ഊന്നൽ നൽകിയിരുന്നത്. അവർ കുറെ കൂടി എന്താണ് ഇന്നർ പ്യൂരിറ്റിക്കാണ് മുൻതൂക്കം നൽകിയിരുന്നത്. ഇന്നർ പ്യൂരിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇനി ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ആണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ആൻഡ് ആസ് റിഗാർഡിങ് ലവ് ആൻഡ് കമ്പാഷൻ, അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നതാണ്. അപ്പൊ ഈ ഇസ്ലാമിൽ നിന്നാണ് സൂഫിസം വരുന്നത് എങ്കിൽ കൂടി ഇസ്ലാമിൽ നിന്നുള്ള ഒരു കോർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സൂഫിസം കുറച്ചും കൂടി ഒരു ഇൻവാർഡ് ലുക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സന്യാസ മാർഗങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ടേണിങ് ഇൻവേർഡ്സ്, ഉള്ളിലോട്ട് തിരിയുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള ഡിവിനിറ്റീനെ കണ്ടെത്തുക എന്നുള്ളൊരു ഐഡിയക്കാണ് വരുന്നത്. The third statement, like the same points, the Sufis too composed poems expressing their feelings and a rich literature in prose. ശരിയല്ലേ? ശരിയാണ്. കാരണം എന്താണ്, പ്രോസിലും വേഴ്സിലൊക്കെ ലിറ്ററേച്ചർ വന്നിട്ടുണ്ട്. ഈ വെർനാക്കുലർ ലിറ്ററേച്ചർ, പ്രാദേശിക ഭാഷ സൂഫി മൂവ്മെന്റിനെയും ഭക്തി മൂവ്മെന്റിനെയൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബാബ ഫരീദ്, പഞ്ചാബി ഭാഷയിൽ അദ്ദേഹത്തിന്റെ പഞ്ചാബി സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. അദ്ദേഹം ഒരു ചിസ്തി സിൽസിലയിൽ പെട്ടിട്ടുള്ള ഇപ്രാവശ്യത്തെ കറണ്ട് അഫയേഴ്സിലൊക്കെ വന്നിട്ടുള്ള ഒരു സൂഫി സെയിന്റ് കൂടിയിട്ടാണ്. സോ ദാറ്റ്സ് ഓൾ. ഇന്ന് ഒരു 20 മിനിറ്റ്സിന്റെ വീഡിയോ ആണ്. നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് ഒരു എക്സാമിന് മുമ്പ് ഒരു 1000 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. സോ ഇത്രയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ ഒരു 1 ഇഞ്ച് നമുക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിക്കണം. സൂഫിസത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റുകളുടെ കാര്യം ആലോചിക്കുക. മുഗൾ പ്രിൻസസ് ആയിട്ടുള്ള ജഹനാര ഒരു സൂഫി സെയിന്റിനെ കുറിച്ചിട്ട് ഒരു ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള വർക്ക് എഴുതുന്നുണ്ട്. ഏതാണത്? അപ്പൊ നമ്മളൊരു പഠിച്ച കാര്യങ്ങളിലേക്ക് ഉപരിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ബേർഡൻ ആവാത്ത രീതിയിൽ ഒന്ന് കണ്ടെത്താനും അല്ലെങ്കിൽ അതിന്റെ ഒന്ന് മനസ്സിലാക്കാനും ശ്രമിക്കണം. മൈൻഡ് യു, നിങ്ങൾ ഒരുപാട് ടേംസിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യണ്ട. നമുക്ക് എക്സാം പ്രിലിംസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇന്റൻഷൻ. നിങ്ങൾ ആൻഷ്യന്റും മിഡീവലും ആട്ടംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമൽ ആയിട്ടുള്ള രീതിയിൽ ഒരു 1-2 മാർക്കിന് ഒരു ടേം വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേംസ് കവർ ചെയ്താൽ മതി. ഒരുപാട് വല്ലാതെ ഫാക്ച്വലായിട്ട് പോകണ്ട. പക്ഷെ ഈ ഒരു സബ്ജക്റ്റിനോട് ഉള്ള ഒരു ഇഷ്ക് നിലനിർത്തിയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കണം. സോ വൈൻഡിങ് അപ്പ്, താങ്ക് യു, സീ യു സൂൺ.